ഹരേ രാമ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഭാഗ്യത്തേരിൽ 6 രാശിക്കാർ, അതായത് വലിയ മാറ്റങ്ങളുടെ തുടക്കമാണ് ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കുന്നത്. അതായത് ആദിത്യൻ മേടം രാശിയിൽ, അശ്വതി ഭരണി ഞാറ്റുവേലകളിലാണ്. ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ മെയ് 1 വെള്ളിയാഴ്ച പൗർണമി ഭവിക്കുന്നു. പിറ്റേന്ന് ശനി മുതൽ കൃഷ്ണപക്ഷം ആരംഭിക്കുകയാണ്. ചൊവ്വയും ബുധനും ശനിയും മീനരാശിയിൽ തുടരുന്നു. ആദിത്യനൊപ്പം ശുക്രനും മേടം രാശിയിലുണ്ട്. ഏപ്രിൽ 30 ബുധൻ നീചക്ഷേത്രമായ മീനത്തിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നു. വ്യാഴം മിഥുനത്തിലാണ്, രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ്. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ പ്രവൃത്തികളിൽ സ്വാർത്ഥത അധികരിച്ചു നിൽക്കും. സ്വന്തം കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നതാണ്. അതുപോലെ തൊഴിൽ മേഖലയിൽ ശത്രുക്കളുടെ ശല്യമുണ്ടാകുമെങ്കിലും അവയെല്ലാം നിങ്ങൾക്ക് അതിജീവിക്കുവാൻ കഴിയുന്ന വാരമാണ്. ആരോഗ്യപരമായി അനുകൂലമായ സമയമല്ല. വാഗ്വാദങ്ങളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കുന്നത് ഗുണകരമാണ്. അതുപോലെ ആരോഗ്യപരമായി ജലജന്യ രോഗങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ള വാരമാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ഈ ആഴ്ച നടക്കും. അതുപോലെ സുഹൃത്തുക്കളുടെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതാണ്. മാതാവിന് അരിഷ്ടതകൾക്കുള്ള സാധ്യതയുണ്ട്. ഭൂമി, കൃഷി ഇവയിൽ നിന്നും ധന നേട്ടം നിങ്ങൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അതുപോലെ പ്രവർത്തന രംഗത്ത് അസൂയാവഹമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന വാരമാണ്. കലാപരമായ കാര്യങ്ങളിൽ താല്പര്യം വളരെയധികം വർദ്ധിക്കുന്നതുമാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് പ്രതികൂലമായ ഫലങ്ങൾ ഈ ആഴ്ച മുന്നിൽ നിൽക്കും. അതായത് ബന്ധുക്കൾ ശത്രുത മനോഭാവത്തോടെ പെരുമാറുന്ന വാരമാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് അലസത വർദ്ധിക്കും. അതുപോലെ പഠനത്തിൽ വളരെയധികം ശ്രദ്ധയും കുറയുന്നതാണ്. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. ധനപരമായും വളരെയധികം വിഷമതകൾ നിങ്ങൾക്ക് ഈ ആഴ്ച നേരിടേണ്ടി വരും. തൊഴിലുമായി ബന്ധപ്പെട്ട് വളരെയധികം യാത്രകൾ ഉണ്ടാകുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. ഈ ആഴ്ച പൊതുവെ നിങ്ങൾക്ക് എല്ലാ രീതിയിലും അനുകൂലമാണ്. പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ കഴിയും. അതുപോലെ കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരുന്നതാണ്. ജീവിത പങ്കാളിക്കുണ്ടായിരുന്ന അനാരോഗ്യ സ്ഥിതികളെല്ലാം തന്നെ മാറിക്കിട്ടും. ബന്ധുജനങ്ങളിൽ നിന്നും സഹായം പ്രതീക്ഷിക്കാം. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനുള്ള തടസ്സങ്ങളെല്ലാം മറികടക്കുവാൻ കഴിയുന്നതാണ്. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാവിധ ആഗ്രഹങ്ങളും ഈ ആഴ്ച സാധിച്ചു കിട്ടും. കുടുംബജീവിതം വളരെയധികം സന്തോഷപ്രദമായിരിക്കും. അതുപോലെ മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം. സന്താനങ്ങളാൽ മനസ്സന്തോഷം വർദ്ധിക്കും. ഉദര സംബന്ധമായ അസുഖങ്ങൾ അനുഭവപ്പെടുവാൻ ഇടയുള്ളതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. അതുപോലെ തൊഴിൽ രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും മേലധികാരിയുടെ അപ്രിയം സമ്പാദിക്കാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കുന്നത് ഗുണകരമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ആഴ്ച വളരെയധികം അനുകൂലമായ ഫലങ്ങൾ അധികരിച്ച് നിൽക്കുന്ന ആഴ്ചയാണ്. ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ശമിക്കും. അതുപോലെ കടബാധ്യത കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്കും ഉന്നത വിജയം വന്നു ചേരുന്ന സമയം കൂടിയാണ്. വാരത്തിൻ്റെ അവസാനം ചില അവിചാരിതമായ സാമ്പത്തിക ചെലവുകളോ യാത്രകളോ വേണ്ടിവരും. ഗൃഹനിർമ്മാണത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും നീങ്ങിക്കിട്ടുന്ന വാരമാണ്. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. സന്താനങ്ങൾക്ക് മികച്ച വിജയം. വളരെയധികം യാത്രകളും ഈ ആഴ്ച വേണ്ടിവരും. അതുപോലെ തൊഴിൽ തേടുന്ന ആളുകൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. സഹായികളിൽ നിന്നുള്ള ഇടപെടൽ വഴി
വഴി പെട്ടെന്നുള്ള കാര്യസാധ്യമുണ്ടാകും. വിവാഹം ആലോചിക്കുന്ന ആളുകൾക്കും നല്ല തീരുമാനത്തിലെത്തുവാൻ കഴിയുന്നതാണ്. ഒരു പരിധിവരെ കടങ്ങൾ വീട്ടുവാനും പണയ ഉരുപ്പടികൾ തിരിച്ചെടുക്കുവാനും സാധിക്കുന്നതാണ്. വ്യവഹാരങ്ങളിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. അതുപോലെ മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രശംസയും വന്നു ചേരും. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ആഴ്ച ഒന്നിലധികം തവണ ദീർഘദൂര യാത്രകൾ വേണ്ടിവരും. അതുപോലെ ഇരുചക്ര വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് പരിക്കോ ചതവോ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമായതിനാൽ വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ വാഹനത്തിന് അറ്റകുറ്റപ്പണികൾക്കുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ അവിവാഹിതരുടെ വിവാഹ ആലോചനകൾ തീരുമാനത്തിലെത്തും. പണമിടപാടുകളിൽ കൃത്യത പുലർത്തുക. ബിസിനസ്സിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. മാനസികമായ ക്ഷമ കുറയുന്ന വാരം കൂടിയാണ്. പെട്ടെന്നുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ മാറ്റി നിർത്തുന്നത് വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ഈ ആഴ്ച ഉത്തരവാദിത്തങ്ങൾ വളരെയധികം വർദ്ധിക്കും. സ്ഥലം മാറ്റം, പ്രമോഷൻ എന്നിവ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉദ്ദിഷ്ട കാര്യസാധ്യം ഉണ്ടാകുന്നതാണ്. മനസ്സിൻ്റെ സന്തോഷങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച തിരികെ കിട്ടും. തൊഴിൽപരമായും നിങ്ങൾക്ക് നേട്ടങ്ങൾ അധികരിച്ച് നിൽക്കുന്ന വാരമാണ്. പ്രത്യേകിച്ചും വരവിനേക്കാൾ അധികം ചെലവ് ഉണ്ടാകും. ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടുവാൻ കഴിയുന്നതാണ്. ജാമ്യം നിൽക്കുന്ന പോലുള്ള യാതൊരു പരിപാടികളും ഈ ആഴ്ച ഗുണകരമാകില്ല. ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് മുതിരുന്നത് യാതൊരു രീതിയിലും ഗുണകരമാകുന്ന വാരമല്ല. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. സ്വന്തമായി നടത്തുന്ന ബിസിനസ്സിൽ മികവ് പുലർത്തുവാൻ കഴിയും. സാമ്പത്തികമായി ഉണ്ടായിരുന്ന വിഷമതകളെല്ലാം തന്നെ മറികടക്കുവാൻ കഴിയുന്നതാണ്. മേലധികാരികൾ, തൊഴിൽ ഉടമകൾ എന്നിവരിൽ നിന്നും അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാം. വളരെയധികം യാത്രകൾ കൂടി വേണ്ടിവരുന്ന വാരമാണ്. ആരോഗ്യപരമായും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം, കുടുംബസമേതം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക എന്നിവയെല്ലാം ഈ ആഴ്ച സാധ്യമാകും. സാമ്പത്തികപരമായും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന വാരമാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് പുതിയ തൊഴിൽ സംരംഭങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും അതുപോലെ നേട്ടങ്ങൾ കരസ്ഥമാക്കുവാനും കഴിയുന്നതാണ്. ബന്ധുജന സന്ദർശനം, ഭക്ഷണസുഖം എന്നിവയെല്ലാം ഈ ആഴ്ച പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ആളുകൾക്ക് സൽസന്താന ഭാഗ്യമുണ്ടാകും. അതുപോലെ വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. ഭൂമി വിൽപ്പനയിൽ തീരുമാനം, ഏജൻസി പ്രവർത്തനങ്ങളിൽ വളരെയധികം ലാഭം. പ്രത്യേകിച്ചും സന്താന ഗുണവും ഈ ആഴ്ച വന്നു ചേരും. വിവാഹം ആലോചിക്കുന്ന ആളുകൾക്കും ഉത്തമ ബന്ധം ലഭിക്കുന്ന വാരമാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ഈ ആഴ്ച നിങ്ങൾക്ക് കാലാവസ്ഥ ജന്യ രോഗങ്ങൾ പിടിപെടുവാൻ ഇടയുള്ള വാരമാണ്. അതിനെ നേരിടുവാനുള്ള ഔഷധ സേവ വേണ്ടിവരും. ധനപരമായും അനുകൂലമായ സമയമല്ല. കർമ്മരംഗത്ത് പ്രതിസന്ധികൾ ഉണ്ടാകും. ഉറ്റ സുഹൃത്തുക്കൾ വഴി വളരെയധികം ഉലച്ചിൽ പ്രതീക്ഷിക്കാം. പൊതുപ്രവർത്തനങ്ങളിൽ അവിചാരിതമായ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതാണ്. സന്താനങ്ങൾക്ക് വിജയം, തുടർന്നുള്ള മാനസികമായ സന്തോഷവും ഈ ആഴ്ച വന്നു ചേരും. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. സർക്കാർ ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. ബന്ധുജനങ്ങളിൽ നിന്നും ദ്രവ്യലാഭത്തിനുള്ള ഭാഗ്യമുണ്ട്. ഗൃഹത്തിൽ വളരെയധികം ശാന്തത കൈവരും. കലാരംഗത്തും മികച്ച നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻ്റർവ്യൂവിൽ വിജയം കൈവരിക്കുവാൻ കഴിയും. അതുപോലെ തൊഴിൽപരമായും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന വാരമാണ്. പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്കും മുതിർന്നവരിൽ നിന്നുള്ള അംഗീകാരം ലഭിക്കുന്ന ആഴ്ചയാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. ഈ ആഴ്ച നിങ്ങൾക്ക് സന്താന ഗുണം അനുഭവിക്കുവാനുള്ള യോഗമുണ്ട്. അതുപോലെ ഉറ്റ സുഹൃത്തിൻ്റെ ഇടപെടൽ മൂലം കടബാധ്യതകളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. കൈമോശം വന്നു നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കും. വാസസ്ഥാനത്തിനും മാറ്റം സംഭവിക്കാം. അതുപോലെ പണച്ചെലവുള്ള കാര്യങ്ങളിൽ ഈ ആഴ്ച ഏർപ്പെടേണ്ടി വരും. പൊതുപ്രവർത്തന രംഗത്തുള്ള ആളുകൾക്കും വളരെയധികം ജനസമ്മതി ലഭിക്കുന്ന വാരമാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്.
ബന്ധുഗുണമുണ്ടാകും. ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന വാരമാണ്. വാഹനത്തിനായി നിങ്ങൾക്ക് ഈ ആഴ്ച പണം മുടക്കേണ്ടി വരും. സഞ്ചാര ക്ലേശം വർദ്ധിക്കുന്നതാണ്. പ്രത്യേകിച്ചും ലോട്ടറി പോലെയുള്ള ചെറിയ ഭാഗ്യ പരീക്ഷണങ്ങളിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം. മത്സര പരീക്ഷ, ഇന്റർവ്യൂ എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും എതിർപ്പുകൾ വളരെയധികം വന്നു ചേരും. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. പൊതുവെ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ അധികരിച്ച് നിൽക്കുന്ന വാരമാണ്. ധനലാഭമുണ്ടാകും. ഭക്ഷണ സുഖം വർദ്ധിക്കും. ഒരു പരിധിവരെ കടങ്ങൾ വീട്ടുവാനും കഴിയുന്നതാണ്. അന്യജന സഹായം പ്രതീക്ഷിക്കാം. ഏത് തരത്തിലുള്ള തടസ്സങ്ങളും തരണം ചെയ്യുവാൻ ഈ ആഴ്ച കഴിയുന്നതാണ്. അതുപോലെ സുഹൃത്തുക്കളുടെ സംയോജിതമായ ഇടപെടൽ മൂലം വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഗൃഹത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗതിയിലേക്ക് കുതിക്കുന്ന വാരം കൂടിയാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. കുടുംബസമേത യാത്രകൾ നടത്തുവാൻ കഴിയും. അതുപോലെ വിവാഹം ആലോചിക്കുന്ന ആളുകൾക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതാണ്. ബന്ധുജന ഗുണം വർദ്ധിക്കും. അതുപോലെ പൊതുപ്രവർത്തകർക്ക് ജനസമ്മതി വർദ്ധിക്കുന്നതാണ്. ഇരുചക്രം വാങ്ങുവാൻ സാധിക്കും. അതുപോലെ ഭൂമി വാങ്ങുവാനുള്ള ആഗ്രഹത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. വ്യവഹാരങ്ങളിൽ വിജയം നിങ്ങൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാം. പ്രശ്ന പരിഹാരത്തിനായി മറ്റുള്ളവരുടെ സഹായവും ഈ ആഴ്ച തേടേണ്ടി വരും. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. കുടുംബസമേതം വിനോദ പരിപാടികളിൽ സംബന്ധിക്കുവാൻ സാധിക്കുന്നതാണ്. സ്നേഹിക്കുന്ന ആളുകളിൽ നിന്നും എതിർപ്പ് നേരിടേണ്ടി വരും. അതുപോലെ വ്യാപാരം, മറ്റു ബിസിനസ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്കും സാമ്പത്തികമായ വിഷമമുണ്ടാകുന്ന വാരമാണ്. ഒന്നിലധികം തവണ ദീർഘയാത്രകൾ വേണ്ടിവരും. വിജയം ഉറപ്പാക്കിയിരുന്ന പദ്ധതികളിൽ തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നതാണ്. അതുപോലെ ശുപാർശയുടെ സഹായത്താൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കുവാനും ഈ ആഴ്ച യോഗമുണ്ട്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ഇഷ്ടജനങ്ങൾക്ക് തൊഴിൽപരമായി മാറ്റങ്ങൾ ഉണ്ടാകും. അന്യദേശവാസം എന്നിവ പ്രതീക്ഷിക്കാം. പുണ്യസ്ഥല സന്ദർശനം ഉണ്ടാകും. അതുപോലെ സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസ സാധ്യതയുണ്ട്. അന്യരുടെ ഇടപെടൽ മൂലം കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതാണ്. സന്താനങ്ങൾക്ക് വളരെയധികം ഉന്നമനമുണ്ടാകും. അതുപോലെ ചെവിക്കും കണ്ണുകൾക്കും രോഗബാധ സാധ്യതയുണ്ട്. അതുപോലെ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാവിധ വിഷമതകളും ശമിച്ചു കിട്ടുന്ന വാരമാണ്. പ്രത്യേകിച്ചും സന്താന ഗുണമുണ്ടാകും. കുടുംബസുഖ വർധനവ്, ബിസിനസ്സിൽ പുരോഗതി, മാനസികമായ സംതൃപ്തി എന്നിവ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. മംഗളകർമ്മങ്ങളിലും സംബന്ധിക്കുവാൻ കഴിയുന്നതാണ്. ആരോഗ്യപരമായ വിഷമതകളിൽ നിന്നുമെല്ലാം മോചനമുണ്ടാകും. പൊതുപ്രവർത്തനത്തിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്ത സുഹൃത്തുക്കളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളെല്ലാം തന്നെ അവസാനിച്ചു കിട്ടുന്ന വാരമാണ്. സന്താനങ്ങൾക്കായി ഈ ആഴ്ച പണച്ചെലവും വന്നു ചേരും. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. സഹപ്രവർത്തകർ, അയൽവാസികൾ എന്നിവരിൽ നിന്നും ഈ ആഴ്ച സഹായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന വിഷമതകളെല്ലാം തന്നെ മറികടക്കുവാൻ കഴിയും. അതുപോലെ മനസ്സിനെ അനാവശ്യമായ ചിന്തകളും അലട്ടുന്നതാണ്. താൽക്കാലിക ജോലിയിലുള്ള ആളുകൾക്ക് നിങ്ങളുടെ ജോലി സ്ഥിരപ്പെട്ട് കിട്ടുന്നതാണ്. തൊഴിൽപരമായും യാത്രകൾ വേണ്ടിവരും. അതുപോലെ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയം, കുടുംബ സൗഖ്യം വർദ്ധിക്കുക എന്നിവയുണ്ടാകും. ബന്ധുജന സമാഗമം മൂലം മാനസികമായ സുഖവർദ്ധനവ് പ്രതീക്ഷിക്കാം. പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന വാരമാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്കും പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ കഴിയുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. മാനസികമായി നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാവിധ വിഷമതകളും ഈ ആഴ്ച ശമിച്ചു കിട്ടും. സന്താനങ്ങൾക്കും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ബന്ധുക്കളുമായി കലഹം, സാമ്പത്തികമായ ക്ലേശം, വാതജന്യ രോഗങ്ങൾ എന്നിവ മൂലം നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരുന്നതാണ്. ആരോഗ്യപരമായും അധിക ശ്രദ്ധ പുലർത്തുക. ബന്ധുജന സഹായം ഉണ്ടാകും. മനസ്സിന് സന്തോഷം നൽകുന്ന നല്ല വാർത്തകൾ ശ്രവിക്കുവാൻ കഴിയുന്നതാണ്. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി ഈ ആഴ്ച സാമ്പത്തികമായ ചെലവും വന്നു ചേരും. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്.
നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ മാനസിക വിഷമതകളും ശമിച്ചു കിട്ടുന്ന വാരമാണ്. സാമ്പത്തികമായും വിഷമതകൾ വിട്ടൊഴിയും. മനസ്സിന് സുഖം നൽകുന്ന നല്ല വാർത്തകൾ ശ്രവിക്കുവാൻ കഴിയുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കും. അനാവശ്യമായ ചിന്തകളെല്ലാം തന്നെ മനസ്സിൽ നിന്നും വിട്ടൊഴിഞ്ഞു കിട്ടും. തൊഴിൽപരമായും ഉണ്ടായിരുന്ന എല്ലാവിധ ഉത്കണ്ഠകളും ശമിച്ചു കിട്ടുന്നതാണ്. പ്രവർത്തനപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനമുണ്ടാകും. അതുപോലെ പൈതൃക സ്വത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്ന വാരം കൂടിയാണ്. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. ബന്ധുജന സന്ദർശനമുണ്ടാകും. ഭൂമി, വീട് ഇവ വാങ്ങുവാനുള്ള അഡ്വാൻസ് നൽകുവാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ കാലാവസ്ഥജന്യ രോഗസാധ്യതയുണ്ട്. മാതാവിനും അരിഷ്ടതകൾക്കുള്ള സാധ്യതയുള്ള വാരമാണ്. അവിചാരിതമായും യാത്രകൾ നിങ്ങൾക്ക് ഈ ആഴ്ച വേണ്ടിവരും. ഭക്ഷണ സുഖം കുറയുന്നതാണ്. പല്ലുകൾക്ക് രോഗസാധ്യതയുണ്ട്. അതുപോലെ സുഹൃത്തുക്കളുമായുള്ള സ്നേഹബന്ധം പുലർത്തുവാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസ ആവശ്യത്തിനായി യാത്രകളും വർദ്ധിക്കുന്ന വാരമാണ്. അടുത്തത് പോരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ പിതാവിനോ പിതൃസ്ഥാനീയർക്കോ അരിഷ്ടതകൾക്കുള്ള സാധ്യതയുണ്ട്. ആയുധത്താലും പരിക്ക് പറ്റുവാൻ ഇടയുള്ള കാലമാണ്. ഉത്തരവിഷമതകൾ അനുഭവിക്കേണ്ടി വരും. ആവശ്യത്തിന് പണം കണ്ടെത്താനാകാതെ വിഷമിക്കേണ്ടി വരുന്ന വാരമാണ്. മുൻപ് പരിചയമില്ലാത്തവർക്ക് സഹായം ചെയ്യേണ്ടി വരും. ഗൃഹത്തിൽ വളരെയധികം അസംതൃപ്തികരമായ അന്തരീക്ഷം നിലനിൽക്കുന്ന വാരമാണ്. വാഹന സംബന്ധമായും ചെലവുകൾ വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിലും വളരെയധികം അസ്വാരസ്യങ്ങൾ തലപൊക്കുന്ന വാരമാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ആഴ്ച വളരെയധികം ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. അതുപോലെ ഇഷ്ടപ്പെട്ട ജോലികളിൽ ഏർപ്പെടുവാൻ സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ മികവുണ്ടാകും. അതുപോലെ തന്നെ ഔഷധങ്ങളിൽ നിന്നും അലർജി പിടിപെടാൻ സാധ്യതയുള്ള ആഴ്ചയാണ്. അന്യജന സഹായത്താൽ കാര്യവിജയം പ്രതീക്ഷിക്കാം. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിൽ വിജയിക്കും. തൊഴിൽ രഹിതർക്ക് താൽക്കാലിക ജോലിയെങ്കിലും ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. പഠനത്തിൽ അലസത. വാരത്തിൻ്റെ അവസാനത്തിൽ അനാവശ്യമായ ആരോപണങ്ങൾ മൂലം വിഷമിക്കേണ്ടി വരുന്ന ആഴ്ചയാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ അടുത്ത ബന്ധുക്കളിൽ നിന്നും സഹായം, മനസ്സന്തോഷം എന്നിവ പ്രതീക്ഷിക്കാം. ദമ്പതികൾ തമ്മിൽ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളെല്ലാം മാറി വളരെയധികം ശാന്തതയുണ്ടാകും. സ്വന്തം ബിസിനസ്സിൽ നിന്നും മികച്ച നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ ബിസിനസ് തുടങ്ങുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ സമയം കൂടിയാണ്. ശത്രുക്കളിൽ നിന്നും നിരന്തരമായ ശല്യം പ്രതീക്ഷിക്കാം. മുൻകോപം പ്രത്യേകിച്ചും നിയന്ത്രിക്കണം. ഗൃഹത്തിൽ സമാധാനപരമായ അന്തരീക്ഷം പുലരുന്നതാണ്. വിദേശ ജോലിയിൽ നിലനിന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ഈ ആഴ്ച ശമിച്ചു കിട്ടുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.